ഇനി ഞാൻ എന്റെ കാശ് കൊണ്ട് ഷജിത്തിനെ ഗൾഫ് പറഞ്ഞിട്ടുണ്ട്, അമ്മക്ക് ഇനി അമ്മേന്റെ മോനെ കിട്ടൂല, തിരിച്ചു കിട്ടൂല എന്നുള്ളൊരു വാക്ക് അവള് പറഞ്ഞു. പോകുമ്പോ എന്നെ വിളിച്ചിനെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടെ, ഇപ്പൊ കുട്ടികളായോന്ന് നമുക്കറിയില്ല, അറിയില്ല, ഒന്നും അറിയില്ല ഇയാളെ കുറിച്ച്. ഇയാൾ അബുദാബിയിലുണ്ട് ഇപ്പൊ. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഇപ്പൊ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് ഓൻ പറഞ്ഞിട്ട് 3 ലക്ഷം ബാങ്കിൽ നിന്ന് കടം എടുത്തിട്ടുണ്ട്, ലോണ്. വേറൊരു ബാങ്കിൽ നിന്ന് ഓന്റെ പേരിൽ ഒരു 35,000 റുപ്യ വേറെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെ ഓനൊരു 10 പൈസ അടച്ചിട്ടില്ല. അപ്പൊ എനിക്കിപ്പം വീട് വിൽക്കണമെങ്കിൽ ഓന്റെയും കൂടി ഒപ്പില്ലാണ്ട് വീട് വിൽക്കാനും പറ്റൂല. 3 ആളെ പേര് വീട് വിൽക്കാന്ന് പറഞ്ഞാല് ലോൺ അടക്കാൻ 3 ആളെ പേരിൽ വന്നു. ഇടയ്ക്ക് കുറച്ചു നാൾ ഇദ്ദേഹം അടച്ചിരുന്നു. ഞാനെന്താ വെച്ചാൽ വീട്ടിന്റെ അത് ലോണിങ്ങിന്റെ കടലാസ് ഇങ്ങനെ വന്നോണ്ടിരിക്കോ. അപ്പം വന്നോണ്ട് ഒരു ദിവസം അമ്മയുടെ അടുത്ത് കഴിക്കുന്ന ഗുളിക, തലചുറ്റലിന്റെ ഗുളിക, അതെല്ലാം ഒരുമിച്ചെടുത്ത് കഴിച്ച് അബോധാവസ്ഥയിൽ വീട്ടിൽ കിടന്ന്. അപ്പൊ എപ്പം വീട്ടിലൊരു സ്ത്രീ വന്ന് നോക്കും, അമ്മേനെ ഒറ്റക്കായതുകൊണ്ട് അവരെ വിളിച്ചിട്ട് പാട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടാണ് അങ്ങനെ മരിക്കാൻ വരെ. ഇപ്പോ 3,35,000 റുപ്യ ബാങ്കിൽ കടമുണ്ട് അല്ലേ? വീട് വിറ്റ അമ്മ എവിടേക്ക് പോകും? ഞാൻ കൂട്ടും. ഓൾറെഡി വയ്യാത്ത പാരന്റ്സും ബ്രദറും ഉള്ളതല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ അമ്മേനെ ഒഴിവാക്കിയില്ലേ? അല്ല, അതുകൊണ്ട് നിങ്ങൾ വികാരപരമായിട്ട് കാര്യങ്ങൾ കാണണം. വീട് വിൽക്കണം. വീട് വിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാനവിടെ അതൊരു ശരിയുള്ള കാര്യം. രണ്ടാളും ബിജുവിന്റെ പാരന്റ്സ് അതാണ്. അത് നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്ര ഗൾഫിലുള്ള വീടും എല്ലാം വെച്ചിട്ട് ഞാൻ ഇവരുടെ കൂടെ പോയി. ഞാനൊരു കാര്യം, നിങ്ങളിപ്പോ ഈ മകന്റെ ഈ വികാര പ്രകടനത്തിനും മറ്റൊക്കെ ഒരു വഴങ്ങിയിട്ട് നിങ്ങളുടെ കടപ്പാടം വെക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. നിങ്ങൾ എന്റെ അടുത്ത് വന്നതുകൊണ്ട് പറയാം. നിങ്ങൾ വീട് സ്വന്തമായിട്ട് വെക്കണം. നമുക്ക് പിന്നെ സജിത്തല്ലേ, ഷജിതായിട്ട് സംസാരിക്കാം. ഞാൻ ഒന്ന് ഇപ്പോ സംസാരിച്ച് അയാൾ എന്താ പറയണമെന്നറിയാം. ഇങ്ങനെ ചെയ്യാൻ ഒരു കാരണവും അല്ല. കുറച്ച് ദിവസം അവന് പൈസ നടക്കാൻ പറ്റാത്തവര് അവൻ പറഞ്ഞു ബിജുവേട്ടൻ എടുത്തോട്ടെ വീട്, അവര് ലോൺ അടച്ചോട്ടെ, ഞാൻ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാമെന്ന്. അങ്ങനെ പറഞ്ഞ അവൻ 50,000 രൂപയോട് അടച്ച ശേഷം പിന്നെ പറയാ വീട് തരാൻ എനിക്ക് തരാൻ പറ്റൂല, എനിക്ക് വീട് വേണം, നിങ്ങൾ അടച്ച പൈസ വേണേ നിങ്ങൾക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞു. ഇതിനിപ്പോ ഒരു വഴി എന്താന്ന് വെച്ചാല്, ഒന്നുകിൽ ഇദ്ദേഹം പൈസ അടച്ചിട്ട് ഇത് വെക്കുക, അമ്മയുടെ ഓഹരി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അമ്മ വിൽപ്പത്രം എഴുതി വെക്കുക ഹിന്ദു സിസ്റ്റം പ്രകാരം. മനസ്സിലായില്ലേ? അപ്പൊ ഈ 3,35,000 അമ്മ അവിടെ താമസിക്കും. മനസ്സിലായില്ലേ? അമ്മ അവിടെ താമസിക്കുക. പിന്നെ അയാൾ വരുമ്പോഴല്ലേ, അയാൾ വരുമ്പോ അയാളെ ഓഹരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ വീട് സ്വന്താക്കാം. പക്ഷെ അങ്ങനെ ആക്കിക്കൂടി. ഇപ്പൊ മേലെ ഇപ്പം പായ് കെട്ടിയിട്ടാ താമസിക്കുന്നത്. മേലെ 2 റൂമും പിന്നെ ഒരു വരാന്തക്കുമായിട്ട് എടുത്ത് വെച്ച് പൊന്തിച്ചതാ. അവൻ പൈസ കൊണ്ടുവരും വിചാരിച്ചിട്ടാണ് വെച്ചത്. നോക്കുമ്പോ ഒന്നുമില്ലാത്തരം പായ് കെട്ടിയിട്ട് ആണ് അമ്മ ഇപ്പൊ താമസിക്കുന്നത്. എന്തായാലും വീട്ടിന്റെ പണി എന്തായാലും ഇതിന് ഞാൻ പറയുന്ന ഒരു വഴി ഇതേ ഉള്ളൂ. അമ്മയെ അവിടുന്ന് പുറത്താക്കാതുള്ള ഒരു വഴിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ നിലയിലുള്ള ഒരു ഇയാൾ സഹകരിക്കുമെന്ന് എനിക്കിപ്പോ തോന്നില്ല. ഒന്ന് നമുക്കത് ചെയ്തിട്ട് ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ റിസൾട്ട് എന്താണെന്ന് തോന്നുക. മനസ്സിലായില്ലേ? എന്നിട്ട് അമ്മയെ അവിടെ താമസിപ്പിക്കലാണ് ഉചിതം. അമ്മയുടെ ഓഹരി നിങ്ങൾക്ക് തരികയും നിങ്ങൾ എത്ര സെന്റ് സ്ഥലമുണ്ട്? 6 സെന്റ് സ്ഥലമുണ്ട്, വീടുമുണ്ട്. തലശ്ശേരിയിലല്ലേ? തലശ്ശേരി എവിടെ? അണ്ടല്ലൂർക്കാവ്. തലശ്ശേരി എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ. അപ്പൊ അവിടെ സ്ഥലത്തിന് വില ഉള്ള സ്ഥലമായിരിക്കും തോന്നുന്നു അല്ലേ? 2 ലക്ഷമൊക്കെ എന്തായാലും വില ഉണ്ടാവും. എന്നാലും 2 ലക്ഷമൊക്കെ എന്തായാലും ഇപ്പൊ എവിടെയും ഭൂമിക്ക് വില ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഷെയർ വാങ്ങിച്ച് ചെയ്യുക. അയാൾ വരുമ്പോ അയാളെ ഷെയറും കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതൊക്കെ കണ്ടു മാറിയതാവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 3 കൂട്ടർക്കും വിറ്റിട്ട് നമ്മുടെ കാലശേഷം. പക്ഷെ നമ്മൾ അവനെ കാത്തു വെക്കുന്നുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ അവൻ പറയാം നമുക്ക് എന്നെ വേണ്ടല്ലോ, അമ്മക്ക് അവളെ മാത്രമല്ലേ വേണ്ടു. ഇത് രണ്ടും രണ്ടാകും. അതായത് സ്വത്തും ഇയാളുടെ ആയിട്ടുള്ള ബന്ധത്തിന്റെ വിഷയവും രണ്ടും രണ്ടാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പേ ഇതിനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇപ്പൊ നിങ്ങള് അമ്മയുടെ അടുത്ത് വന്ന് നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുട്ടി ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട.
അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ പറയുന്നതും നമ്മൾ ശരിയല്ല. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു ഒത്തുതീർപ്പും ജീവിതവുമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അമ്മയ്ക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ താമസിക്കണം, കടയില്ലാതെ. അതല്ലേ നമ്മൾ ആവശ്യം. മകൻ ഇടയ്ക്ക് വീട്ടിൽ വരികയും അമ്മയോടൊപ്പം 1-2 ദിവസം ചെലവഴിക്കുകയും ബാംഗ്ലൂർക്കോ ചെന്നൈയിലേക്കോ അബുദാബിക്കോ എവിടേക്ക് പോകും, മരിക്കുന്നത് വരെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കാണുക. ഇതാണ് സജിത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ലോജിക്കലായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള ഒരു ചിന്തയുടെ ഇത് എത്തിപ്പെടുന്നത് ഇത്തരം ഒരു അവസ്ഥയിലാണ്. എന്റെ അഭിപ്രായം അതാണ്. എനിക്ക് തോന്നുന്നു സജിത്ത് കൂടുതൽ ചിന്തിച്ചിട്ട് ആലോചിക്കുമ്പോഴും കുഴപ്പം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതാകുന്നു, അമ്മയുടെ ജീവിതം സുരക്ഷിതാകുന്നു. അമ്മയ്ക്ക് ആരുമില്ല വേറെ. അമ്മയെ ഇവര് പറയുന്നത് നിങ്ങളിത് ഞാൻ വിറ്റിട്ട് നിങ്ങളുടെ ഷെയറും തന്ന് അവരുടെ ഷെയറുമായിട്ട് അമ്മയെ, അതൊക്കെ ബുദ്ധിമുട്ടാണ് സജിത്ത്. അമ്മ കൂടുതൽ ദുരിതങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു മകൻ എന്ന നിലയിൽ അമ്മയെ സ്വന്തം വീട്ടിൽ നിലനിർത്തുകയും അമ്മയെ അതിനു വേണ്ടുന്ന സഹായകരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ജീവിതം നയിക്കുകയും ചെയ്യണം എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് എല്ലാവർക്കും ഗുണകരമാകുന്ന നിലയിൽ, എല്ലാവർക്കും സമാധാനം ഉണ്ടാകുന്ന നിലയിൽ അമ്മയ്ക്ക് നിങ്ങളിങ്ങനെ മാറിയത് എങ്ങനെയാണ് എന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് ഏറെ സ്നേഹമുള്ള മകനായിരിക്കും. ഒരു കാലത്തും അമ്മ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ടാവും. ഇതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ചെന്നുപെട്ട ഒരു ജീവിത സാഹചര്യത്തിന്റെ സൃഷ്ടിയായി പോയതാണ് നിങ്ങൾ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും കാണപ്പെട്ട ദൈവം അമ്മയാണ്, ഏറ്റവും വലിയ സത്യം അമ്മയാണ് എന്ന് സജിത്ത് മനസ്സിലാക്കണം. ലോകത്തിൽ ഏത് കാലത്തും നമ്മൾ ഓർക്കുന്ന സത്യം, നമ്മൾ ഓർമ്മിപ്പിക്കുന്ന സത്യം, നമ്മൾ ആശ്രയിക്കുന്ന സത്യം അമ്മയാണ് എന്ന് സജിത്ത് ഓർക്കണം. തീർച്ചയായിട്ടും അമ്മയുടെ കണ്ണീര് വീഴ്ത്താൻ ഇടവരുത്തരുത് എന്നാണ് സജിത്തിനോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അമ്മയെ സമാധാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അമ്മ സമാധാനമായി ജീവിക്കുമ്പോഴാണ് ഭൂമിക്ക് സമാധാനമുണ്ടാകുന്നത്. സ്വദേശങ്ങളിലും വിദേശങ്ങളിലും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് തികച്ചും സൌജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് പ്രവാസലോകം@gmail.com. നല്ല ജോലിയോ ഉയർന്ന ശമ്പളമോ മാന്യമായ താമസ സ്ഥലമോ ഇല്ലാത്ത മലയാളികളായ പ്രവാസികളോട് ഒരപേക്ഷ: അടുത്ത് കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ തിരികെ നാട്ടിലെത്തുവാൻ ശ്രമിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്ന ബന്ധുമിത്രാദികളും നിങ്ങളെ കാത്തിരിക്കുന്ന നാടും ഇവിടെയുണ്ട്. എല്ലാ പ്രവാസികളോടും ഇതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.